നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ലോകരാഷ്ട്രം സെയിൻറ്റ് ലൂസിയ എന്ന രാജ്യമാണ്. ലോകത്തിൽ ഒരു വനിതയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. ആ രാജ്യമാണ് സെയിൻറ്റ് ലൂസിയ. രക്തസാക്ഷിയായ വിശുദ്ധ ലൂസിയുടെ ഓർമ്മയ്ക്കായാണ് ഈ രാജ്യത്തിന് സെയിൻറ്റ് ലൂസിയ എന്നു പേര് കിട്ടിയത്. കരീബിയൻ കടലിലെ ഒരു ദ്വീപ് രാജ്യമാണ് സെയിൻറ്റ് ലൂസിയ. 1500 യൂറോപ്യന്മാർ ആദ്യമായി ഈ ദ്വീപിൽ കാലുകുത്തിയത്. 1660 തദ്ദേശവാസികളായ കരീബിയൻസുമായി ഫ്രാൻസ് ഒരു കരാറിൽ ഏർപ്പെടുകയും രാജ്യത്തെ കോളനിയാക്കുകയും ചെയ്തു. 1663 മുതൽ 1667 വരെ ബ്രിട്ടൻ്റെ കൈകളിലായിരുന്നു സെയിൻറ്റ് ലൂസിയ എന്ന ദ്വീപ്. പിന്നീട് ഈ രാജ്യത്തിൻ്റെ പേരിൽ ബ്രിട്ടനും ഫ്രാൻസും 14 തവണ യുദ്ധം നടത്തുകയും 1814 ബ്രിട്ടൻ പൂർണ്ണമായും അധികാരം കൈയടക്കുകയും ചെയ്തു. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഹെലൻ എന്ന് സെയിൻറ്റ് ലൂസിയ എന്ന രാജ്യത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അതിനു കാരണം ട്രോയിയിലെ ഐതിഹ്യ കഥാപാത്രമായ ഹെലനെ ഓർമ്മിപ്പിക്കും വിധം ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കീഴിൽ സെയിൻറ്റ് ലൂസിയ മാറി മാറി വന്നതിനാലാണ്. 1979 ഫെബ്രുവരി 22 സെൻറ്റ് ലൂസിയ സ്വാതന്ത്ര്യം നേടി. അഗ്നിപർവ്വതങ്ങളുള്ള സെൻറ്റ് ലൂസിയയിൽ മനോഹരമായ ഒട്ടേറെ പർവ്വതങ്ങളും ബീച്ചുകളുമുണ്ട്. വർഷം തോറും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ സെയിൻറ്റ് ലൂസിയയിൽ എത്തുന്നു. കാസ്ട്രീസ് ആണ് സെൻറ്റ് ലൂസിയ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഇവിടുത്തെ ജനസംഖ്യ 1,85,000 617 ചതുരശ്ര കിലോമീറ്ററാണ് സെൻറ്റ് ലൂസിയ എന്ന രാജ്യത്തിൻ്റെ വിസ്തൃതി. ഇത് ലോകത്തിലെ ഒരു കുഞ്ഞൻ രാഷ്ട്രമായ സെൻറ്റ് ലൂസിയയെ പറ്റിയുള്ള ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.